എൻ്റെ ഉമ്മ മരിക്കുന്നത് 2013 10 കൊല്ലമായി. എനിക്കന്ന് 30 വയസ്സാണ്. എൻ്റെ വാപ്പ മരിക്കുന്നത് 2015. ഉമ്മ മരിച്ച് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ വാപ്പയും മരിച്ചു. പിന്നെ എനിക്കൊരു ഇക്കാക്ക ഉണ്ടായിരുന്നു, എൻ്റെ നേരെ ജ്യേഷ്ഠനുണ്ടായിരുന്നു. അവന് 2006 മരിച്ചു. അവനന്ന് 26 വയസ്സായിരുന്നു. ചെറിയ പ്രായമായിരുന്നു, മാഷായിരുന്നു. അപ്പം എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട 3 ആളുകളാണ് നഷ്ടപ്പെട്ടത്. 3 വൻമരങ്ങളാണ് പൊഴിഞ്ഞത്. അപ്പം എൻ്റെ മോന് എൻ്റെ കാക്കനെ കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിലേക്ക് വന്ന പെൺകുട്ടിയും എൻ്റെ ആ ജ്യേഷ്ഠനെ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴേ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് പഴയ ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ എപ്പോഴൊക്കെ വാപ്പയെക്കുറിച്ചോ ഉമ്മയെക്കുറിച്ചോ ആ ഇക്കാക്കയെക്കുറിച്ചോ ഞാൻ എപ്പോഴൊക്കെ പറയുന്നുണ്ടോ, അവരെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ഓർമ്മയോ അല്ലെങ്കിൽ ഒരു അനുഭവമോ ഒക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് 13 വയസ്സുള്ള ഒരു ചെറിയ കയ്യ് എൻ്റെ തലയുടെ പിറകിലേക്ക് ഇങ്ങനെ വരും. എന്നിട്ട് എന്നെ ഇങ്ങനെ തലോടും. അതെൻ്റെ മോനാണ്. അവനോട് അങ്ങനെ എന്നെ ആ സമയത്ത് തലോടണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അവരും പറഞ്ഞിട്ടില്ല, റമിയും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ഇവരത് മനസ്സിലായി? വാപ്പയെക്കുറിച്ചോ ഉമ്മയെക്കുറിച്ചോ ഇക്കാക്കയെക്കുറിച്ചോ പറയുമ്പോൾ 10 കൊല്ലം മുമ്പേക്ക് പോയി എൻ്റെ ഉള്ളു പിടയുന്നുണ്ട്, എൻ്റെ ഉള്ളു പൊള്ളുന്നുണ്ട്, ഓർമ്മകളുടെ തീയിൽപ്പെട്ട് ഞാൻ ഉരുകുന്നുണ്ട് എന്നാ കുട്ടിക്ക് എങ്ങനെ മനസ്സിലായി? അവനെ ഞങ്ങൾ അദ്ദു എന്നാണ് വിളിക്കുക. അദ്ദു എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ തലോടലാണ്. അവനെനിക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ താഴേക്ക് പോയിട്ട് അവനിങ്ങനെ വല്ല വന്നിട്ട് തലോടുന്ന ആ ഓർമ്മ മാത്രമാണ് ആദ്യം വരിക. ഇപ്പോഴും ഈ അടുത്ത് എൻ്റെ കൂടെ ജീവിക്കുന്ന ആളെന്നോട് ചോദിച്ചു, അവള് എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് 2009 ഞങ്ങളുടെ കല്യാണം. അപ്പം ഇത്രയേറെ വർഷങ്ങളായി. അവളെന്നോട് ഈ അടുത്ത് ചോദിച്ചു, എനിക്ക് നിങ്ങളോട് ഏറ്റവും സ്നേഹം തോന്നുന്നത് എപ്പോഴാണെന്നറിയോ? ആദ്യമായിട്ട് ചോദിച്ച ചോദ്യമാണ്, മുമ്പ് അങ്ങനെ ചോദിച്ചിട്ടില്ല. നിങ്ങളോട് എനിക്ക് ഏറ്റവും സ്നേഹം തോന്നുന്നത് എപ്പോഴാണെന്നറിയോ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, എനിക്കറിയണം. അപ്പം എന്നോട് പറഞ്ഞു, അവൾ ചില ദിവസം രാത്രി ഉറങ്ങുമ്പോൾ പെട്ടെന്ന് പേടിച്ചുണരും. കുട്ടിക്കാലം മുതൽ അങ്ങനെ ഒരു പേടിച്ചുണരുന്നൊരു സ്വഭാവം ഉണ്ട്. അപ്പൊ പറയാ, ഞാൻ ചിലപ്പോൾ പേടിച്ചു ഉണരുന്ന സമയത്ത് ഞാനിങ്ങനെ അടുത്ത് തപ്പി നോക്കും. അപ്പൊ നിങ്ങൾ എൻ്റെ അടുത്തുണ്ട് എന്നെനിക്ക് ഉറപ്പാകുമ്പോ ഞാനിങ്ങനെ നിങ്ങളെ കെട്ടിപ്പിടിക്കും. അങ്ങനെ ഞാൻ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് മെല്ലെ ഇങ്ങനെ ഇങ്ങനെ തടവും, ഇങ്ങനെ എന്നെ ഇങ്ങനെ മെല്ലെ കൊട്ടിത്തരും. ആ സമയം എനിക്ക് നിങ്ങളോട് ഏറ്റവും സ്നേഹം തോന്നുന്ന സമയമാണ്. 2 ആളുകൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ എന്തൊക്കെ ഫീലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ടാവും, എന്തൊക്കെ വികാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ടാവും. പക്ഷെ ഒരാളുടെ മനസ്സിൽ എന്താണ് ബാക്കിയാകുന്നത്? എന്താ? കാരുണ്യം. നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അവള് കല്യാണം കഴിഞ്ഞ്, അവളൊരു സംഭവം പറഞ്ഞതാ. അവളെ കല്യാണം കഴിഞ്ഞ് അവളുടെ ഭർത്താവിൻ്റെ അമ്മയിൽ നിന്ന് അവൾക്ക് നല്ല അനുഭവങ്ങളൊന്നുമില്ല. ചെറിയ കാര്യങ്ങൾക്ക് വല്ലാതെ വാശി കാണിക്കും, ദേഷ്യപ്പെടും, കുറ്റപ്പെടുത്തും. അങ്ങനെ ഒരമ്മ. അവൾക്കൊരു അമ്മയായിട്ട് തോന്നുന്നേ ഇല്ല.
കാരണം അങ്ങനെ ഒരു ഓർമ്മയൊന്നും അമ്മ കൊടുക്കുന്നേ ഇല്ല. അങ്ങനെ അവൾ ഗർഭിണിയായി ഒരു 8 മാസമൊക്കെയുള്ള സമയത്ത് ഇവൾക്ക് വല്ലാതെ വേദന എടുത്ത് സഹിക്കാനാവാത്ത വേദനയായി ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോയി. അങ്ങനെ മരുന്നൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്ന് കിടന്ന് അവൾ ഉറങ്ങി കുറേ കഴിഞ്ഞപ്പോഴേ ആരോ ഇങ്ങനെ തൊടുന്നത് പോലെ തോന്നിയിട്ട് അവള് മെല്ലെ കണ്ണ് തുറന്ന് നോക്കി. ആരാന്നറിയോ? അമ്മ വന്നിട്ട് അടുത്തിരുന്നിട്ട് ഇവളെ ഇങ്ങനെ മെല്ലെ തലോടി കൊടുക്കുക. അത് അമ്മയാണ് എന്നറിഞ്ഞപ്പോ അവൾ അങ്ങനെ തന്നെ കിടന്നു. ആ തലോടൽ ആദ്യമായി ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടെ സമയം അതൊന്ന് അനുഭവിക്കാൻ വേണ്ടിയിട്ട് അവൾ ഉറങ്ങിയ പോലെ കിടന്നു. അമ്മ മരിച്ചു. കുറച്ചു കാലം കഴിഞ്ഞ് അമ്മ മരിച്ചു. എന്നിട്ടാണ് അവൾ പറയണത്, അമ്മ എന്ന് പറയുമ്പോ എന്റെ മനസ്സിൽ അമ്മ എന്നെ കുറേ വേദനിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് വന്നൊരു കുട്ടിയാ. പെട്ടെന്നൊന്നും വേര് പിടിക്കൂലല്ലോ, കുറച്ച് സമയം കൊടുക്കണ്ടേ അല്ലേ? അതല്ലേ മരുമോള് എന്ന് പറഞ്ഞാല്. നമ്മളൊരു വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ ഒരു നല്ല ചെടി കണ്ടാല് നമ്മൾ എന്താ പറയാ, ഇതിന്റെ ഒരു കമ്പ് തരുമോന്ന് ചോദിക്കൂലേ? അങ്ങനെ ഒരു കമ്പ് തന്നിട്ട് ആ കമ്പ് വാങ്ങിയിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് കുത്തുന്നു. പിറ്റേന്ന് തന്നെ വേര് വരുമോ? അതിന് വെള്ളമൊഴിച്ചു കൊടുക്കണ്ടേ? അത് ഉണങ്ങാതെ കാക്കണ്ടേ? അത് വളരാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കണ്ടേ? വീട്ടിൽ വളർന്ന ചെടിയും അയൽപ്പക്കത്ത് നിന്ന് കൊണ്ടുവന്ന് കുത്തിയ ചെടിയും ഒരുപോലെ അല്ലല്ലോ. ഇതല്ലേ മരുമോള് എന്ന് പറയുന്നത് അല്ലേ? പെട്ടെന്ന് വേര് പിടിക്കില്ലല്ലോ. മറ്റൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുത്തിയ ചെടിയാണ്. പക്ഷെ ഈ അമ്മ അതൊന്നും മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷെ ഈ മോള് പറയാ, അമ്മ എന്നെ കുറെ വേദനിപ്പിച്ചു, പക്ഷെ അമ്മ എന്ന് പറഞ്ഞാല് അമ്മ വേദനിപ്പിച്ച കാര്യങ്ങളൊക്കെ മാഞ്ഞുപോയി. അമ്മ എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണെന്നറിയോ? ആ പാതിരാത്രിയിലെ തലോടൽ. വേദനിപ്പിച്ച ഓർമ്മകളെല്ലാം മാഞ്ഞു പോവുകയും ഒറ്റ പാതിരാത്രിയിലെ തലോടൽ മാത്രം ബാക്കിയാവുകയും ചെയ്തു. അതാ മനുഷ്യർ തമ്മിലുള്ള പലതരത്തിലുള്ള കൈമാറ്റങ്ങളുണ്ട്, പലതരം വികാരങ്ങൾ കൈമാറുന്നുണ്ട്. പക്ഷെ ഒരു സാധനം ബാക്കിയാവും. അതെന്താണ്? കാരുണ്യം. കാരുണ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? നമ്മള് കാരുണ്യം എന്നുള്ളതിന് അറബിയിൽ എന്താ പറയാ? റഹ്മത്ത് എന്നല്ലേ പറയാ അല്ലേ? റഹ്മാൻ വളരെ വ്യാപകമായിട്ട് എല്ലാവർക്കും അറിയുന്ന, മലയാളം പോലെ അറിയുന്ന പദമാണ് റഹ്മ അല്ലേ? റഹ്മത്ത് എന്ന് പറയാ. ഈ റഹ്മ എന്നുള്ള വാക്കിന് കാരുണ്യം എന്നല്ലാതെ വേറെ ഒരർത്ഥം കൂടിയുണ്ട്. അതെന്താണെന്നറിയോ? ഭയങ്കര രസമുള്ളൊരു അർത്ഥമാണ്. ഒരു ബന്ധമില്ലാത്ത രണ്ടർത്ഥങ്ങളാ. ഒന്ന് കാരുണ്യമാണ്, ഒന്ന് ഏതാണെന്നറിയോ? ഒന്ന് ഗർഭപാത്രം എന്നാണ്. ഗർഭപാത്രവും കാരുണ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. എനിക്ക് തോന്നുന്നൊരു ബന്ധമുണ്ട്. അതെന്താണെന്നറിയോ? ഈ ഗർഭപാത്രം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ ഉള്ളില് ഉള്ള ഒരു 3-4 സെന്റിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരു ചെറിയ പാത്രമാണ്, അല്ലെങ്കിൽ ഒരു അറയാണ്. 3-4 സെന്റിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരു അറയാണ്. ഈ ചെറിയ അറയാണ് 2-3 കിലോ വലുപ്പമുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് സ്വയം വലുതാകുന്നത്. 2-3 കിലോ വലുപ്പമുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ആ കുട്ടിയെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് സ്വയം വലുതാവുകയാണ് ആ ഗർഭപാത്രം ചെയ്യുന്നത്. എന്താണ് കാരുണ്യം എന്ന് പറഞ്ഞാല്? കാരുണ്യം എന്ന് പറഞ്ഞാല് മനുഷ്യനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തില് ഒരാളുടെ മനസ്സ് സ്വയം വലുതാകലാണ്. അതാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിച്ചും പറഞ്ഞത്, അലം നശ്റഹ് ലക സദ്റക്. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഹൃദയം നാം നിങ്ങൾക്ക് വിശാലമാക്കി തന്നില്ലേ എന്ന് പറഞ്ഞാൽ ഇതാണ്. എല്ലാ മനുഷ്യനെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങളുടെ മനസ്സ് വലുതായില്ലേ?
അങ്ങനെ ഒരാൾക്ക് മനസ്സ് വലുതാകുമ്പോഴാണ് അയാൾക്ക് മനുഷ്യർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയുക. അല്ലാത്തവർക്ക് കഴിയില്ല. ചെറിയ മനസ്സുള്ളവർക്ക് പറ്റുന്ന പരിപാടി അല്ലാതെ. ഞാൻ മരിച്ചാലും മറക്കൂല എന്ന് പറയില്ലേ, അത് ചെറിയ മനുഷ്യരെ അങ്ങനെ പറയൂ. വലിയ മനുഷ്യരെന്താ ചെയ്യാന്നറിയോ? അത് വിട്ട് കളയാ ചെയ്യാ.